ഒരു വാർത്തയുടെയും സോഴ്സിനെ കുറിച്ചൊരു ഡിസ്കഷൻ നമ്മൾ പുറത്ത് പരസ്യമായി നടത്താറില്ല. പക്ഷേ ഇവിടെ അത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നത് കേസിൻ്റെ പ്രത്യേക സ്വഭാവം പരിഗണിക്കുന്നതുകൊണ്ടാണ്. നടിയെ ആക്രമിച്ച കേസിൽ അന്ന് രാവിലെ 4-5 മണിയോടെ ഒരു ഇൻഫർമേഷൻ കിട്ടി. ഒരു കൺഫർമേഷന് വേണ്ടി ഞാൻ വിളിക്കുമ്പോൾ പെട്ടെന്ന് ഫോൺ എടുക്കുകയും വിവരം കൃത്യമായി കൺഫർമേഷൻ തരികയും ചെയ്തു. അതിന് മുമ്പോ അതിന് ശേഷമോ അങ്ങനെ ഒരു വാർത്തയ്ക്ക് ഒരു സോഴ്സായിട്ട് എന്നോട് സഹകരിച്ചിട്ടില്ല. എന്താ അന്ന് അങ്ങനെ തോന്നിയത്? അതിന് പ്രധാനപ്പെട്ടത് അത് സെൻസേഷണൽ കേസ് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ രാത്രി തലേദിവസം തന്നെ അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. പക്ഷെ അനിൽ ഇങ്ങോട്ട് വിളിച്ച് ഇത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായും അത് പിന്നെ ശരിയല്ല, അല്ലെങ്കിൽ ഇതൊന്ന് പറയാനുള്ള ഇത് വന്നില്ല. കാരണം പ്രത്യേകിച്ചും ഇത് ജനവും പ്രത്യേക ചാനലുകാരെ അല്ല മീഡിയ ഇത് അറിയേണ്ട ഒരു കേസും കൂടെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സംഭവം നടന്നു. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പിന്നെ അനിൽ തന്നെ പോയി കളക്ട് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അത് കൺഫർമേഷൻ തന്നു, ഇത് സംഭവം നടന്നു എന്നുള്ളത്. ഇത് കൊച്ചിയിൽ വെച്ചാണ് നടന്നത്, അങ്ങനെ ഒരു ഇത് സംഭവം തന്നിട്ട് പിന്നെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പിന്നെ നമുക്ക് ഏറ്റവും ഒഫീഷ്യലായ ഒരു കൺഫർമേഷൻ ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെയാണ് അത് ലോകത്തെ ആദ്യമായിട്ട് അറിയിക്കാനുള്ള നിയോഗം എനിക്കാണ് മനോരമയിലൂടെ അന്നുണ്ടായത്. അന്ന് പക്ഷേ യഥാർത്ഥത്തിൽ രാത്രി ഏതാണ്ട് 9-10 മണിയോടെ നടന്നു കഴിഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ആദ്യം വന്ന ഇൻഫർമേഷൻ എന്തായിരുന്നു? എനിക്ക് ഇപ്പോൾ ഓർക്കാൻ പറ്റുന്നുണ്ടോ? അത് ഇങ്ങനെ ഒരു നടിയെ ഇങ്ങനെ ആക്രമിക്കുന്നു, പിന്നെ ആദ്യം ഈ പറഞ്ഞതിൻ്റെ കൊട്ടേഷൻ സംഘമാണെന്നുള്ളൊരു ഇത് വന്നു. പക്ഷേ നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയതനുസരിച്ച് പിന്നെ കാലത്താണ് അനിൽ വിളിക്കുന്നത്. അപ്പോൾ തീർച്ചയായും അത് എൻ്റെ കിട്ടിയ ഇൻഫർമേഷൻ. പക്ഷേ എനിക്ക് അന്നത്തെ ആ പോസ്റ്റിലിരുന്നു കൊണ്ട് കൂടുതൽ അതിനെക്കുറിച്ച് പിന്നെ അനിലുമായിട്ട് അല്ലെങ്കിൽ മാധ്യമങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു പോസ്റ്റിലാണ് ഞാൻ അന്ന് ഇരുന്നത്. വാർത്ത കൺഫേമാണ്. തീർച്ചയായും നിങ്ങൾ അതിൻ്റെ പുറകെ വയ്ക്കണം. തീർച്ചയായും അനിലത് പെട്ടെന്ന് തന്നെ അത് പിന്നെ മാധ്യമങ്ങൾക്ക് ജനത്തെ അറിയിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം അനിൽ ഏറ്റെടുത്തോളാൻ വേണ്ടി പറഞ്ഞത്. അതാണ് എനിക്ക് അന്നത്തെ ഒരു ഇതിനകത്ത് കൂടുതൽ അനിലുമായിട്ട് അതിൻ്റെ ഇത് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് അല്ല. ഇൻഫർമേഷൻ ധാരാളം വരുന്നത് അതിൽ കൺഫർമേഷൻ മാത്രമാണ്. അത് കിട്ടിയതുകൊണ്ടാണ് അപ്പോൾ ഞാൻ രാവിലെ 5 മണിക്ക് ഇറങ്ങുന്നതും പിന്നീട് ലോകം അറിയാനിടയാകുന്നതും ആ വഴിയിലാണ്. ഇതൊരു സെക്ഷൽ അസോൾട്ടാണ് എന്ന രാത്രി തന്നെ മനസ്സിലായിരുന്നോ? സെക്ഷൽ അസോൾട്ട് എന്നല്ല ആദ്യം കിട്ടിയത്, ഒരു കിഡ്നാപ്പിംഗ് ആണ്. കിഡ്നാപ്പിങ്ങിനാണ് ആദ്യം കിട്ടുന്നതും. അത് പിന്നെയാണ് സെക്സ്വൽ അസോൾട്ട് എന്ന് ലോകം അറിയുന്നത്. ഈ പെൺകുട്ടി അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഈ ലാലിൻ്റെ വീട്ടിൽ വരുന്നു. ഉടൻ നമ്മുടെ സംവിധായകൻ ലാലിൻ്റെ വീട്ടിൽ വരുന്നു. ഉടൻ ലാൽ വിളിച്ച് നമ്മുടെ അന്നത്തെ MLA വി.ടി. തോമസ് സാറിനെ വിളിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഉടൻ തന്നെ അന്നത്തെ കൊച്ചി കമ്മീഷണറെ അറിയിക്കുന്നു. അതൊക്കെ പിന്നെ അതിന് ശേഷമുള്ള ഇതിലാണ് ആ പെൺകുട്ടി ഈ ലാലിൻ്റെ അടുത്തും ലാലിൻ്റെ വൈഫിൻ്റെ അടുത്തുമാണ് ഇതിനകത്ത് ഒരു സെക്സ്വൽ അസാൾട്ട് ഉണ്ടായി എന്ന് പറയുന്നത്. അതുവരെ ഞങ്ങളും വിചാരിച്ചിരുന്നത് കിഡ്നാപ്പിംഗ് ആയിരുന്നു. ഏതോ കൊട്ടേഷൻ സംഘം കൊടുത്ത കിഡ്നാപ്പിംഗ്. പിന്നെയാണ് ബാക്കിയാണ് ഇപ്പോഴുള്ള പ്രതികളിലേക്കും മറ്റുമൊക്കെ ഒരു ഫേക്കായിട്ട് ആക്സിഡൻറ്റ് ഉണ്ടാക്കിയാണ് ബാക്കിൽ ഒരു പിന്നെ ഇതുകൊണ്ട് ഇടിച്ച് ടെമ്പോ വാൻ കൊണ്ട് ഇടിച്ച് ആക്സിഡൻ്റ് ഉണ്ടാക്കി അത് വെച്ച് അവിടെ ഒരു നാടകം കഴിച്ചു. അങ്ങനെ ആ കുട്ടിയെ ഇതിനകത്ത് പിടിച്ച് കയറ്റുന്നു. ഇതൊക്കെ പിന്നെ ഉണ്ടാകുന്ന ഇത്ര ഡീറ്റെയിൽസ് എല്ലാം ആ ഒരു രാത്രി കൊണ്ട് നിങ്ങൾ കളക്ട് ചെയ്തിരുന്നു? രാത്രി കൊണ്ട് അത് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നതാണ്. പക്ഷെ എനിക്കൊരു കൺഫർമേഷൻ മാത്രമാണ് എനിക്ക് ആ സമയത്ത് തരുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് അനിലിൻ്റെ അടുത്തൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. കാരണം ആ പോസ്റ്റ് വന്നിട്ട് അങ്ങനെ പറയാൻ കഴിയില്ല. ഇങ്ങനെ സംഭവം ഉണ്ടായി എന്നുള്ളത് അനിൽ കൺഫർമേഷൻ തന്നു. അനിൽ ബാക്കി അതിൻ്റെ പുറകെ നിങ്ങളുടേതായ അതായത് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം സ്റ്റൈലിൽ അങ്ങ് പോയി. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ മീഡിയയ്ക്ക് മുമ്പിലും ഈ നമ്മുടെ സൊസൈറ്റിക്ക് മുമ്പിലും ആദ്യം എത്തിച്ചത് തീർച്ചയായിട്ടും അനിൽ. അതിന് അനിലിനൊരു അപ്രീസിയേഷൻ ഉണ്ട്. തീർച്ചയായിട്ടും എൻ്റെ വക അപ്രീസിയേഷൻ ഉണ്ട്. അത്